ഉദ്യോഗസ്ഥർ നേരത്തെയുള്ള ആ ദൃശ്യങ്ങൾ അത് ഒരിക്കൽ കൂടി നമുക്ക് കാണാം. അവിടെ അല്പം ആശങ്കപ്പെടുന്ന തരത്തിൽ എന്തോ സംഭവിച്ചു. കടുവ ഈ ദൗത്യ സംഘാംഗങ്ങൾക്ക് നേരെ എത്തി എന്ന് വ്യക്തമാകുന്ന തരത്തിൽ ആ ദൃശ്യങ്ങളിൽ ചില അനക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ജെയിൻ അവിടെ നിന്ന് നൽകുന്ന വിവരം. ദൗത്യസംഘാംഗങ്ങൾ കൂടുതലായി ആ ഭാഗത്തേക്ക് എത്തി കടുവയെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം നേരത്തെ ദൗത്യത്തിൻ്റെ ആ ഘട്ടത്തിൽ മയക്കുവെടി വയ്ക്കുന്ന സമയത്ത് അവിടെ അല്പം അപകടകരമായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കടുവ ദൗത്യസംഘാംഗങ്ങൾക്ക് നേരെ ചാടിയെത്തി എന്ന് വേണം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ. അല്പം ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒരു സുരക്ഷിതമായ അകലത്തിൽ നിന്നാണ് മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറമാൻ ആ ദൃശ്യങ്ങൾ പകർത്തുന്നത്. പക്ഷേ അല്പം അപകടകരമായ സ്ഥിതി അവിടെ ഉണ്ടായിരുന്നു എന്ന് ആശങ്കപ്പെടുന്ന തരത്തിൽ തന്നെയാണ്. ഇനി ദൗത്യസംഘാംഗങ്ങൾ താഴേക്ക് വരുമ്പോൾ അവരുടെ പ്രതികരണത്തിൽ നിന്ന് മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ആകെ ഭീതി വിതച്ച കടുവയാണ് ഇപ്പോൾ മയക്കുവെടി വച്ചിരിക്കുന്നത്. ആ ദൗത്യം പുരോഗമിക്കുന്നു, വിജയകരമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഗ്രാമ്പിലും അരണക്കല്ലിലും ഇറങ്ങിയ കടുവയെ വനംവകുപ്പ് സംഘം മയക്കുവെടി വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇന്നലെ കഴിഞ്ഞ ദിവസമേ തുടങ്ങിയിരുന്നു. സ്നിഫർ ഡോഗിന്റെ അടക്കം സഹായത്തോടു കൂടി കടുവയെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത്. ഇന്നലെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. ഇപ്പോഴിതാ അല്പം മുമ്പാണ് കടുവയെ മയക്കുവെടി വെച്ചത്. തോട്ടം തൊഴിലാളികളുടെ ആ മേഖലയിൽ ആകെ ഭീതി വിതയ്ക്കുന്ന തരത്തിലായിരുന്നു. ഇപ്പോൾ അത് ആ ദൃശ്യങ്ങൾ നോക്കണം. കടുവയെ താഴേക്ക് കൊണ്ടുവരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജെയിൻ, തുടരാം. വിനുവാ കടുവയെ അവിടെ നിന്ന് മാറ്റുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ദൗത്യം വിജയിച്ചിട്ടുണ്ട്. ഇതിന്റെ മറുവശത്ത് ഒരു റോഡുണ്ട്. ആ റോഡിലേക്കാണ് കടുവയെ കൊണ്ടുപോകുന്നത്. അത് നമുക്ക് അങ്ങോട്ടേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. നമുക്ക് കടുവയുടെ തൊട്ടടുത്തുനിന്നുള്ള ദൃശ്യങ്ങൾ ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇപ്പോൾ ദൗത്യം പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ കടുവയുമായി ഈ സംഘം മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അതിനപ്പുറത്തൊരു റോഡുണ്ട്. ആ റോഡിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് വാഹനത്തിൽ തേക്കടിയിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തേക്കടിയിൽ എത്തിച്ച് ഈ കടുവയ്ക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനുള്ള ഒരു ശ്രമമാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. ശ്രമവും ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെച്ചിരിക്കുന്ന ആ ദൗത്യം വിജയകരമാണ്. ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാം. കടുവ അപകടകരമായി ഈ ദൗത്യ സംഘാംഗങ്ങൾക്ക് നേരെ ചാടുന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. അല്പം അപകടകരമായ ഒരു ദൗത്യമായിരുന്നു അവിടെ ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. കടുവയ്ക്ക് പരിക്കേറ്റതാണ് എങ്കിലും ഇന്നലെ രാത്രിയും അവിടെയുള്ള തോട്ടം തൊഴിലാളിയുടെ വീട്ടിന് സമീപത്തെത്തി പശുവിനെയും നായയെയും കടുവ കൊന്നു എന്നതും വലിയ ആശങ്കയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാവിലെ തന്നെ മയക്കുവെടി വയ്ക്കാനുള്ള നടപടികൾ കൂടുതൽ ഊർജിതമാക്കിയത്. അതിന് പിന്നാലെ മയക്കുവെടി വെച്ചു. അല്പം അപകടകരമായ സ്ഥിതി ഉണ്ടായിരുന്ന ആ ദൗത്യത്തിനിടയിൽ എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ്. ജെയിൻ, ഇപ്പോൾ കടുവയെ മറുഭാഗത്തെ റോഡിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൗത്യസംഘത്തിൽപ്പെട്ട ആരെങ്കിലുമായി സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായോ? ജെയിൻ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജെയിന് വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ജെയിൻ അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഞങ്ങളുടെ ക്യാമറയും റിപ്പോർട്ടറും ഇപ്പോൾ കടുവയെ കൊണ്ടുപോകുന്ന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അല്പം സുരക്ഷിതമായ അകലത്തിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. പക്ഷേ അപകടകരമായിരുന്നു ഈ ദൗത്യം എന്നത് വ്യക്തമാകുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ. നോക്കൂ, ആ ദൃശ്യത്തിലേക്ക് വീണ്ടും നോക്കിയാൽ അല്പം അപകടകരമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ ഉള്ള മേഖലകളിൽ തോട്ടം തൊഴിലാളികൾ എപ്പോഴും പണിക്കിറങ്ങുന്ന തേയിലത്തോട്ടത്തിന് സമീപത്താണ്. ആ പ്രദേശത്തായിരുന്നു കടുവ കഴിഞ്ഞ കുറേ ദിവസമായി ഉണ്ടായിരുന്നത്. ദൗത്യം വല്ലാതെ വൈകിപ്പോകുന്നു എന്ന വലിയ വിമർശനമുണ്ടായിരുന്നു. കുട്ടികളെ സ്കൂളിൽ വിടാൻ കഴിയാത്ത സ്ഥിതി, ജോലിക്ക് വേണ്ടി മാതാപിതാക്കൾ ലയങ്ങളിൽ നിന്ന് പോകുമ്പോൾ കുട്ടികൾ അവിടെ ഒറ്റയ്ക്കാവുന്ന അവസ്ഥ, അങ്ങനെ പേടിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു. കടുവയുടെ സാന്നിധ്യം ഉള്ള പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ തൊഴിലിടങ്ങളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയുണ്ടായിരുന്നു. വനംവകുപ്പിന്റെ ദൗത്യം വൈകുന്നു എന്ന വലിയ വിമർശനമുണ്ടായിരുന്നു. പിന്നാലെ വനമന്ത്രിയുടെ ഉൾപ്പെടെ ഇടപെടലും പ്രതികരണവും ഒക്കെ വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുന്നത് വണ്ടിപ്പെരിയാറിൽ. പക്ഷേ അല്പം അപകടകരമായിരുന്നു അവിടുത്തെ ഈ ദൗത്യം എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഇടുക്കിയിൽ വണ്ടിപ്പെരിയാറിന് സമീപത്ത് ഗ്രാമ്പി മേഖലയിലാണ് കടുവ കഴിഞ്ഞ കുറേ ദിവസമായി അപകടകരമായി തുടരുന്നത്. പരിക്കേറ്റ കടുവയായിരുന്നു. അതിനെ ഇരയെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിൽ അത് തുടരുകയായിരുന്നു. അപകടകരമായി കടുവയെ കഴിഞ്ഞ ദിവസം സ്പോട്ട് ചെയ്തിരുന്നുവെങ്കിലും ഇന്നലെ ആ ഭാഗത്ത് കടുവ മറ്റൊരിടത്തേക്ക് പോയി. പിന്നാലെ ഹെലിക്യാം ഉൾപ്പെടെ ഉപയോഗിച്ച് സ്നിഫർ ഡോഗുകളെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇന്നലെ അല്പം മഞ്ഞു മൂടിയ അന്തരീക്ഷമായിരുന്നു. മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വീണ്ടും ഊർജിതമായി ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയത്. അല്പം മുമ്പാണ് കടുവയെ വനംവകുപ്പ്
മയക്കുവെടി വെച്ച് പിടികൂടിയിരിക്കുന്നത്. കടുവയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നായിരുന്നു ഇന്നലെ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം. ഇനി വെറ്ററിനറി ഡോക്ടർമാരുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ ദൗത്യ സംഘത്തിന് നേതൃത്വം നൽകിയ വനം ഉദ്യോഗസ്ഥർ DF ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്, അവരുടെ പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ജെയിൻ, ഇപ്പോൾ ആ ഭാഗത്തേക്ക്, കടുവയെ കൊണ്ടുപോയ ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞോ? അവിടുത്തെ പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമോ ഇപ്പോൾ? ഇപ്പൊ അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അവിടെ എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അവിടെ എത്തി കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. സുരക്ഷിതമായ അകലത്തിൽ നിന്നുകൊണ്ടാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇടുക്കിയിൽ നിന്ന് കടുവയെ കണ്ടെത്തി, ആ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു.